കേരളീയ സമൂഹം പാരമ്പര്യത്തിന്റെ കടുംപിടുത്തങ്ങൾക്കും ആധുനിക ചിന്താഗതികൾക്കുമിടയിൽ ഉലഞ്ഞുനിന്ന ഒരു സന്ധിഘട്ടത്തിലാണ് മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവലായ ഇന്ദുലേഖയുടെ കഥ നടക്കുന്നത്. ഇന്ദുലേഖ് വിദ്യാസമ്പന്നയും അസാമാന്യ സൗന്ദര്യത്തിനുടമയുമായിരുന്നു. ഇംഗ്ലീഷ് സാഹിത്യത്തിലും കലകളിലും പ്രാവീണ്യം നേടിയതോടൊപ്പം തന്നെ തനതായ സാംസ്കാരിക മൂല്യങ്ങളിൽ ഉറച്ചുനിന്നവൾ. സ്വന്തമായി ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും പ്രാപ്തിയുള്ള ഒരു പുതിയ സ്ത്രീ തലമുറയുടെ പ്രതീകമായിരുന്നു അവൾ. അവളുടെ മച്ചുനനായ മാധവൻ എല്ലാ അർത്ഥത്തിലും അവൾക്ക് അനുയോജ്യനായിരുന്നു. പഠനത്തിൽ മുൻപന്തിയിലായിരുന്ന മാധവൻ ധാർമ്മികതയുള്ളവനും പുരോഗമന ചിന്താഗതിക്കാരനുമായിരുന്നു. അറിവ് പങ്കുവെച്ചും മൗനത്തിലൂടെ വിനിമയം നടത്തിയും വളർന്ന അവരുടെ പ്രണയം കേവലം വികാരവായ്പിനേക്കാൾ ഉപരി അന്തസ്സുറ്റതായിരുന്നു. എന്നാൽ അവരുടെ സ്നേഹത്തിന് തടസ്സമായി നിന്നത് ഇന്ദുലേഖയുടെ മുത്തച്ഛനും ആ തറവാട്ടിലെ അധികാര കേന്ദ്രവുമായ പഞ്ചു മേനോനായിരുന്നു. മാധവന്റെ സ്വതന്ത്ര നിലപാടുകളിൽ പ്രകോപിതനായ അദ്ദേഹം തന്റെ പൗത്രിയെ ഒരിക്കലും മാധവന് വിവാഹം കഴിച്ചു കൊടുക്കില്ലെന്ന് ശപഥം ചെയ്തു. തന്റെ അധികാരം തെളിയിക്കുന്നതിനായി പഞ്ചുമേനോൻ ധനികനും എന്നാൽ ലംബടനുമായ സൂരി നമ്പൂതിരിപ്പാടുമായി ഇന്ദുലേഖയുടെ വിവാഹം ഉറപ്പിച്ചു. തന്റെ സമ്പത്തിലും പദവിയിലും അഹങ്കരിച്ചിരുന്ന നമ്പൂതിരിപ്പാട് വിജയം സുനിശ്ചിതമാണെന്ന ഭാവത്തിലാണ് എത്തിയത്. എന്നാൽ ബുദ്ധിമതിയായ ഇന്ദുലേഖ യാതൊരു സങ്കോചവുമില്ലാതെ അദ്ദേഹത്തെ തിരസ്കരിച്ചു. സ്വന്തം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള തന്റെ അവകാശത്തെ അവൾ ഉറക്കെ പ്രഖ്യാപിച്ചു. ഈ നിരസനം പഞ്ചുമേനോനെ അങ്ങേയറ്റം അപമാനിക്കുകയും അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുകയും ചെയ്തു. എങ്കിലും സംഘർഷങ്ങൾ അവിടെ അവസാനിച്ചില്ല. കടുംപിടുത്തങ്ങളെക്കാൾ ക്ഷമ ഉചിതമെന്നു കരുതിയ മാധവൻ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ പ്രാപ്തനാകാൻ മദ്രാസിലേക്ക് തിരിച്ചു. ആ വേർപാട് വേദനാജനകമായിരുന്നുവെങ്കിലും പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരുന്നു. എന്നാൽ വൈകാതെ ഒരു തെറ്റിദ്ധാരണ അവരുടെ ലോകത്തെ മാറ്റിമറിച്ചു. ഇന്ദുലേഖയുടെ വിവാഹം കഴിഞ്ഞു എന്ന തെറ്റായ വാർത്ത മാധവൻ അറിഞ്ഞു. കുടുംബത്തിന്റെ സമ്മർദ്ദത്തിന് അവൾ വഴങ്ങിയെന്ന് വിശ്വസിച്ച മാധവന്റെ സ്വപ്നങ്ങൾ തകർന്നു. അവളുടെ ആത്മബലത്തിൽ വിശ്വസിച്ചിരുന്നവൻ സ്വന്തം യോഗ്യതയിൽ തന്നെ സംശയിച്ചു. പ്രണയം തന്നെ തോറ്റുപോയെന്ന് കരുതിയ മാധവൻ ഇനി മടങ്ങിപ്പോകില്ലെന്ന് ഉറപ്പിച്ചു. പക്ഷേ ആ വാർത്ത വ്യാജമായിരുന്നു. ഇന്ദുലേഖ വിവാഹിതയായിരുന്നില്ല. കടുത്ത സമ്മർദ്ദങ്ങളും ഏകാന്തതയും അപമാനവും അവൾ അനുഭവിച്ചുവെങ്കിലും അവളിലെ നിശ്ചയദാർഢ്യം തളർന്നില്ല. അവളുടെ മൗനം ദൗർബല്യമായിരുന്നില്ല, മറിച്ച് കരുത്തായിരുന്നു. സത്യം ഒരിക്കൽ ജയിക്കുമെന്ന് വിശ്വസിച്ച് അവൾ കാത്തിരുന്നു. കാലം യാഥാർത്ഥ്യം വെളിപ്പെടുത്തി. ഇന്ദുലേഖ മറ്റെല്ലാ ആലോചനകളും നിരസിച്ചുവെന്നും തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നും മാധവൻ തിരിച്ചറിഞ്ഞു. കുറ്റബോധവും ആശ്വാസവും അവനെ പൊതിഞ്ഞു. തന്റെ വലിയ തെറ്റിദ്ധാരണ ബോധ്യപ്പെട്ട മാധവൻ കൂടുതൽ പക്വതയുള്ളവനായി തിരിച്ചെത്തി. ഇന്ദുലേഖയുടെ തകർക്കാൻ കഴിയാത്ത ഇച്ഛാശക്തിക്കും മാധവന്റെ സ്ഥിരതയ്ക്കും മുന്നിൽ പഞ്ചുമേനോന് ഒടുവിൽ വഴങ്ങേണ്ടി വന്നു. ക്രോധത്താൽ അദ്ദേഹം എടുത്ത ശപഥം സത്യത്തിനു മുന്നിൽ അലിഞ്ഞുപോയി. ഇന്ദുലേഖയുടെയും മാധവന്റെയും ഒന്നിക്കൽ കേവലമൊരു കലാപമായിരുന്നില്ല, അതൊരു നീതി നിർവഹണമായിരുന്നു.